തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇന്ന് ആൻസർ ചെയ്യാം. ആക്ടിവിറ്റി ഫസ്റ്റ് ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. അപ്പൊ എന്താണ്, ചുവടെ നമുക്ക് ഷേപ്സ് വെച്ചിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഓരോ ഷേപ്സും എത്രയാന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ് കേട്ടോ. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഷേപ്സ് ഫ്രം ദ ഫിഗർ. ഫിഗറിൽ നിന്ന് ഓരോ ഷേപ്സും എത്രണ്ണം വീതാന്ന് എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് കേട്ടോ. ഫസ്റ്റ് കാണേണ്ടത് റെക്ടാങ്കിൾ ആണ്. എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് നോക്കുക, അത് കൗണ്ട് ചെയ്യുക, എന്നിട്ട് നമ്പർ എഴുതുക. ട്രയാങ്കിൾ എത്ര എണ്ണാന്ന് എഴുതുക, അതുപോലെ തന്നെ സർക്കിൾ എത്ര എണ്ണാന്ന് എഴുതുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കിൾ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 7 റെക്ടാങ്കിൾസ് ആണുള്ളത്. ഇതിന് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4 5 ട്രയാങ്കിൾസ് ഉണ്ട്. എത്ര സർക്കിൾസ് ആണ്? 1 2 3 സർക്കിൾസ് ആണുള്ളത് കേട്ടോ. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത പിക്ചർ ഏതാണ് വരയ്ക്കാനാണ്. ഇതുപോലെ കേട്ടോ. വാട്ട് ഇൻ നെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അടുത്തതിൽ നമുക്ക് നോക്കാം. ഇവിടെ ട്രയാങ്കിൾസും കൊണ്ട് വരച്ചൊരു പിക്ചർ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക? ഇതുപോലെ. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ഇൻ ദ സൂ ഫ്രണ്ട്സ് കെയിം ടു വിസിറ്റ് ദ സൂ. ദ നമ്പേഴ്സ് ഓൺ ദ എൻട്രി ടിക്കറ്റ് ആർ ഗിവൺ ബിലോ. എന്താണ്, സൂ സന്ദർശിക്കാനായിട്ട് കൂട്ടുകാർ വന്നു. എൻട്രി ടിക്കറ്റിലുള്ള നമ്പറുകളാണ് നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബസ് 1, ബസ് 2, ബസ് 3. ബസ് 1ലും ബസ് 2ലും ബസ് 3ലും ആയിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. അല്ലെ, ബസ് 1ല് ടിക്കറ്റ് നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് ഫ്രം 438 to 490. ദെൻ ബസ് 2ല് ഫ്രം 500 to 553. ദെൻ ബസ് 3ല് ഫ്രം 599 to 608. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് കെയിം ഇൻ ബസ് 1? ബസ് 1ൽ എത്ര കുട്ടികളാണ് വന്നത് എന്നാണ് കേട്ടോ. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരത്തിന് ടിക്ക് ഇടാനാണ്. ഏതൊക്കെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത്? 490 മൈനസ് 438 പ്ലസ് 1. അങ്ങനെ ചെയ്താലാണോ ഉത്തരം കിട്ടുക? അല്ലാതെ 490 മൈനസ് 438 മൈനസ് 1 ആണോ ചെയ്യേണ്ടത്? 490 മൈനസ് 438 ചെയ്താൽ മതിയോ? നെക്സ്റ്റ് എന്താണ്? ഡി ഓപ്ഷൻ 490 മൈനസ് 439. നമുക്കറിയാം അല്ലെ, ഒരു നമ്പറിൽ മുതൽ 438 മുതൽ 490 വരെ എത്ര ആളുകൾ ഉണ്ടെന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിലെ ഹയസ്റ്റ് നമ്പർ എത്രയാ? 490. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്മോളസ്റ്റ് നമ്പർ കുറയ്ക്കുക അല്ലെ. അതായത് 490 മൈനസ് 438 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലസ് 1ഉം കൂടിയും ചെയ്യണം അല്ലെ. അപ്പോഴല്ലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. അപ്പൊ ഏതാ ഓപ്ഷൻ കറക്റ്റ്? ഏതാണ്? എ ആണ്. അപ്പൊ അതിന് ടിക്ക് മാർക്ക് ഇടുക കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പ്ലസ് 1 ചെയ്യുന്നത്? നമുക്ക് 438 ടിക്കറ്റ് നമ്പർ തൊട്ടിട്ട് 490 ടിക്കറ്റ് നമ്പർ വരെയുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്തണം. പക്ഷെ നമ്മളിവിടെ കുറച്ചത് എന്താ? 490ൽ നിന്ന് 438ഉം കുറച്ചു അല്ലെ. അതായത് 438 ടിക്കറ്റ് നമ്പർ ഉള്ള കുട്ടീനെയും കൂടി കുറച്ചു. പക്ഷെ ആ കുട്ടീനെ ഉൾപ്പെടുത്തണ്ടേ? അതിനാണ് കേട്ടോ നമ്മൾ ഈ പ്ലസ് 1 ചെയ്യുന്നത്. സി ഓപ്ഷനിലും ഡി ഓപ്ഷനിലും എന്താ തന്നിരിക്കുന്നത്? 490 മൈനസ് 438ഉം 490 മൈനസ് 439 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇതിന് പകരമായിട്ട് നമുക്ക് 490 മൈനസ് 437 എന്നാ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, കറക്റ്റ് ആയിരിക്കുമല്ലോ. 490ൽ നിന്ന് നമ്മൾ 437, അതായത് 38 തൊട്ട് മുന്നത്തെ ടിക്കറ്റ് നമ്പേഴ്സ് വരെ കുറച്ചു കഴിഞ്ഞാല് നമുക്ക് ബസ് 1ലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ കഴിയൂ അല്ലെ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ബസ് ഡിഡ് മോസ്റ്റ് സ്റ്റുഡൻസ് കം എന്നാണ് കേട്ടോ. അപ്പൊ ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബസ് 1ല് എത്ര കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ബസ് 2ല് എത്ര കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ബസ് 3ല് എത്ര കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തണം. ബസ് 1ൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 490 മൈനസ് 438 പ്ലസ് 1 എത്രയാ വരിക നോക്കണം കേട്ടോ. 53 സ്റ്റുഡൻസ് ആണ് വരിക അല്ലെ ബസ് 1ല്. ബസ് 2ലാവുമ്പോ എന്ത് ചെയ്യണം? 553 മൈനസ് 500 പ്ലസ് 1 ചെയ്യണം. 54 കിട്ടൂ അല്ലെ. 553 നിന്ന് 500 കുറച്ചാല് 53 പ്ലസ് 1 ചെയ്താല് 54. അടുത്തത് ബസ് 3ല് ഫ്രം 599 to 608 ആണ്. എന്ത് ചെയ്യണം? 608 മൈനസ് 599 പ്ലസ് 1 ചെയ്യണം. അപ്പൊ എത്രയാ വരിക? 10 ആണ് വരിക അല്ലെ. അപ്പൊ ഇതില് ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? ബസ് 2ലാണ് അല്ലെ. സി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കെയിം ഇൻ ഓൾ ദ 3 ബസ്സസ്. 3 ബസ്സിലും കൂടി വന്ന മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസിന്റെ എണ്ണാണ് ചോദിച്ചിരിക്കുന്നത്. ബസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് കണ്ടെത്തിയല്ലോ. അത് 3ഉം ആഡ് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യണം? 53 പ്ലസ് 54 പ്ലസ് 10 ചെയ്യണം. ചെയ്യാൻ വേണ്ടിട്ട് ഒന്നുമില്ലെങ്കിൽ സൈഡിലിട്ട് ചെയ്യാം.
അല്ലെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. 50 50 ആഡ് ചെയ്യാം. 50 50 എത്രയാ? 100 ആണ്. 100ന്റെ കൂടെ 10 വന്ന 110, 4ഉം 3യും കൂടി ആഡ് ചെയ്യാം. അപ്പൊ 7. അപ്പൊ എത്രയാ? 110ഉം 7ഉം 117. അപ്പൊ ടോട്ടൽ എത്ര വരിക? എത്ര സ്റ്റുഡൻസ് ആണ്? 117. ആക്ടിവിറ്റി 3 എ ആണ്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ആണ് കേട്ടോ. 1000 rupees should be paid to the auto driver who take children to school. The number of notes given by each child is 5. The value of some notes are given. Write the value of the remaining notes. Total number of notes 5 ആണ്. Total number of notes 5. Total amount 1000. 1000 rupees 5 നോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. The value of some notes are given. ചില നോട്ടുകളുടെ മൂല്യം നമുക്ക് ഇവിടെ ചോട്ടിൽ തന്നിട്ടുണ്ട്. ഏത് നോട്ടാണ് കൊടുത്തതെന്ന് തന്നിട്ടുണ്ട്. Write the value of the remaining notes. ബാക്കി നോട്ട്സുകളുടെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇഷാൻ കൊടുത്തിരിക്കുന്നത് ഒരു നോട്ട് 200ന്റെ തന്നിട്ടുണ്ട്. ബാക്കി 4 നോട്ട്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം 1000ലെ 200 പോയാൽ എത്രയായി? നമുക്കറിയാം എത്രയാ? 800 ആണ് അല്ലെ. അതില് 800 നമുക്ക് 4 നോട്ട്സ് ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ 200ന്റെ 4 നോട്ട്സ് കൊടുത്താൽ പോലെ. റിയയുടെ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് നോട്ട് 500 rupees ആണ് തന്നിട്ടുണ്ട് ഒരു നോട്ട്. ബാക്കി നോട്ട്സ് നമ്മൾ കണ്ടെത്തണം അല്ലെ. അതായത് ബാക്കി 1000ല് എത്ര റുപ്പീസ് ഉണ്ട്? 500 rupees ഉണ്ട്. 500 4 നോട്ട്സ് ആയിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നോട്ടില് 200 എഴുതാം, നെക്സ്റ്റ് നോട്ടിലും 200 എഴുതാം. അപ്പൊ എത്രയായി? 400 ആയി. ഇനി ബാക്കി 100 നമുക്ക് 50-50 ആയിട്ട് കൊടുക്കുക അല്ലെ. 50-50. നെക്സ്റ്റ് ഐവാൻ ആണ്. ഐവാൻ 5 നോട്ട്സ് കൊടുത്തതിലെ ഒരു നോട്ട് 100 rupees തന്നിട്ടുണ്ട് നമുക്ക്. അതില് ബാക്കി ഇനി 1000ൽ എത്ര റുപ്പീസ് ഉണ്ട്? 900 rupees ഉണ്ട്. 900 rupees എങ്ങനെ 4 നോട്ട്സ് ആയിട്ട് കൊടുക്കുമെന്ന് നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഒരു 500 rupees കൊടുക്കാം. ബാക്കി എത്ര ഉണ്ട്? 900ല് 400 rupees അല്ലെ. 400 rupees 3 നോട്ട്സ് ആയിട്ട് എങ്ങനെയൊക്കെ കൊടുക്കാം? 200, then 100 അങ്ങനെ കൊടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ. മിഷ ബ്രോട്ട് എ 500 rupee നോട്ട് ആൻഡ് സം 10 rupee നോട്ട്സ്. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഷീ ബ്രോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് മിഷ ഒരു 500 rupee നോട്ടും കുറച്ച് 10 രൂപ നോട്ടും കൊണ്ടുവന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ മിഷ കൊണ്ടുവന്ന നോട്ട്സ്, ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണെന്നുള്ളത് ടിക്ക് മാർക്ക് ഇടാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് 50, 51, 100, 101 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തം എമൗണ്ട് നമുക്ക് അറിയാം അല്ലെ, 1000 rupees ആണെന്ന്. അപ്പൊ 1000 rupees ആവാൻ വേണ്ടിയിട്ട് ഒരു 500 rupee നോട്ട് കൊണ്ടുവന്നു എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ബാക്കി എത്രയാ? 500 rupees. പിന്നെ കുറച്ച് 10 രൂപയുടെ നോട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 500ല് എത്ര 10 rupees ഉണ്ട്? 50 10 rupees ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാ? ഒരു 500 rupeeയും 50 10 rupee നോട്ട്സും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണ്? 51 നോട്ട്സ് അല്ലേ. അപ്പൊ ഏത് ഓപ്ഷൻ കറക്റ്റ് വരിക? ബി ആണ് അല്ലെ. അപ്പൊ ബി എന്ന് ടിക്ക് ഇടുക കേട്ടോ. അടുത്തത് സി ക്വസ്റ്റ്യൻ. ദർ ആർ 2 നോട്ട്സ് ഈച്ച് ഓഫ് 5, 10, 20 and 50 in a box. What is the smallest amount that can be made by taking 3 notes from this? 5ന്റെയും 10ന്റെയും 20ന്റെയും 50ന്റെയും 2 നോട്ട്സ് വീതം ഓരോ ബോക്സിലുണ്ട്. ഇതിൽ നിന്ന് 3 നോട്ട്സ് എടുത്തിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 5ന്റെ 2 നോട്ട്സ് ഒരു ബോക്സിലുണ്ട്, 10ന്റെ 2 നോട്ട്സ് ഒരു ബോക്സില്, 20ന്റെ 2 നോട്ട്സ് ഒരു ബോക്സില്, 50ന്റെ 2 നോട്ട്സ് ഒരു ബോക്സില് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് 3 നോട്ട്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ 2 എടുക്കാം, പിന്നെ 10ന്റെ 1 അല്ലേ. അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുക? 20 ആണ് അല്ലെ. 20 എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 3 ബി ആണ് കേട്ടോ. കാർഡ് ഗെയിം ആണ്. ഇവിടെ കുറെ നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. മനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് കാർഡ്സ്. Each one can take 3 cards with eyes closed. The sum of the numbers on the cards taken is the point obtained എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനുവിന്റെ ഫ്രണ്ട്സും കൂടി കാർഡ്സ് കളിക്കുകയാണ്, നമ്പർ കാർഡ്സ് കളിക്കുകയാണ്. ഓരോരുത്തർക്കും എന്താണ്? കണ്ണ് അടച്ചിട്ട് 3 കാർഡ്സ് എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? കംപ്ലീറ്റ് ദ പോയിന്റ് ടേബിൾ എന്ന് തന്നിട്ടുണ്ട്. അല്ലെ നെയിം, നമ്പർ കാർഡ്സ്, പോയിന്റ്സ് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മനു എടുത്ത കാർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 200, 110, 165. അപ്പൊ പോയിന്റ്സ് എങ്ങനെയാ കാണാ? 200 + 110 + 165 ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സ് എല്ലാം ആഡ് ചെയ്യുക. 200 + 100 + 100 എന്ന് പറഞ്ഞാൽ എത്രയാ? 400 ആയി. 10s ആഡ് ചെയ്യുക. 10ഉം 60ഉം എത്രയാ? 5ഉം. അപ്പൊ എത്രയാ വരിക? 475. അടുത്തത് സാമിന്റെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കാർഡിലും സെക്കൻഡ് കാർഡിലും കിട്ടിയത് എത്ര നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്? 100ഉം 150 ആണ്. തേർഡ് കാർഡില് എത്ര നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 360ൽ നിന്ന്
ഫസ്റ്റ് കാർഡിലെയും സെക്കൻഡ് കാർഡിലെയും കിട്ടിയ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി അല്ലേ. ഫസ്റ്റ് കാർഡിലും സെക്കൻഡ് കാർഡിലും കൂടി എന്ന് പറയുമ്പോൾ എത്രയാ 100 പ്ലസ് 150 എത്രയാ 250 ആണ്. 360ൽ നിന്ന് 250 കുറച്ചാൽ മതി അല്ലേ. 300ൽ നിന്ന് 200 കുറച്ചു എന്ന് പറഞ്ഞാൽ 100. ദെൻ 60ൽ നിന്ന് 50 കുറച്ചു പറഞ്ഞാൽ 10. അപ്പൊ എത്രയാ 110. അനയുടെ നോക്കൂ, ഫസ്റ്റ് 100 ആണ്. ദെൻ 2 കാർഡ്സിൽ നമുക്ക് തന്നിട്ടില്ല. ടോട്ടൽ പോയിന്റ്സ് 440 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 440ൽ നിന്ന് 100 കുറയ്ക്കണം. അപ്പൊ എത്രയാ 340 ആണ്. ഏതൊക്കെ 2 കാർഡ്സ് എടുത്താലാണ് 340 എന്ന് കിട്ടുക എന്ന് നമ്മൾ മുകളിൽ നമുക്ക് കുറച്ച് നമ്പർ കാർഡ്സ് തന്നിട്ടില്ലേ, അതിൽ നോക്കണം. ഇപ്പൊ 200നെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് പിന്നെ 340 ആവാൻ എത്രയും കൂടി വേണം, 140 വേണം അല്ലേ. 200ന്റെ കാർഡ് ഉണ്ടോ അവിടെ? ഉണ്ട്. 140ന്റെ കാർഡും ഉണ്ട് അല്ലേ. അപ്പൊ അത് രണ്ടും എഴുതിയാൽ പോരെ. 200 140 എന്ന് എഴുതുക കേട്ടോ. ഇങ്ങനെ നോക്കാനായിട്ട് 340 കാണണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 300 എന്നുള്ള നമ്പർ കാർഡ് ഉണ്ടോ നോക്കുക, 40യുടെ നമ്പർ കാർഡ് ഉണ്ടോ നോക്കുക കേട്ടോ. അതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 200ലേക്ക് നോക്കുക. 200ൽ കഴിഞ്ഞാൽ 140 വേണമല്ലോ. 200ന്റെ കൂടെ 140 ആഡ് ചെയ്താലല്ലേ 340 കിട്ടുക. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ബി ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് 4 നമ്പർ കാർഡ്സ് ടു ഗെറ്റ് ദ സം 1000. ടോട്ടൽ 1000 കിട്ടാൻ വേണ്ടിയിട്ട് 4 നമ്പർ കാർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ നമ്പർ ഉള്ള കാർഡ് എന്ന് പറയുന്നത് 350 ആണ് അല്ലെ. അപ്പൊ 350 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 350യുടെ കൂടെ പിന്നെ അടുത്ത ഏറ്റവും വലിയ കാർഡ് ഏതാ, 250 ആണ് അല്ലെ. അപ്പൊ 350യുടെ കൂടെ 250 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 600 കിട്ടി. ഇനി ബാക്കി 2 കാർഡ്സ് നമുക്ക് 400 പോയിന്റ്സ് കിട്ടണം. ബാക്കി അടുത്ത 2 കാർഡ്സും കൊണ്ട് 400 പോയിന്റ്സ് കിട്ടണം എന്ന് പറഞ്ഞാൽ 200ഉം 200ഉം എടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ട്ടോ. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, ബൈ.